ഹായ്, എല്ലാവർക്കും റിച്ചൂസ് ഡൈൻ ആൻഡ് ഡിസൈൻസിലേക്ക് സ്വാഗതം. ബ്രെഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ വലിയ 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം നമുക്ക്. ഞാനതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ തേങ്ങയുടെ നനവ് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. തേങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തേങ്ങ ചേർക്കുന്നത് ടേസ്റ്റ് ആണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങ ഇവിടെ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചതും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയായാലും മതി. അത് നന്നായിട്ട് ചൂടായ ശേഷം ഉരുളകൾ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഉരുളകൾ ഒരുമിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നല്ല ഗോൾഡൻ കളറാകുമ്പം എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.